നമ്മുടെ ഒരു കുഞ്ഞു ക്ലീനിങ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൺഡേ ആണ്, എനിക്ക് ഇന്ന് ഓഫാണ്. നാളെ നൈറ്റ് തുടങ്ങാൻ പോവാണ്. ഒരു 3 നൈറ്റും കൂടെ ഈ മാസത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് കരുതി. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി ചില്ലൊക്കെ ചെയ്തിട്ട് തിരിച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പം തിരിച്ച് വന്നേ പിന്നെ വീട്ടിൻ്റെ അവസ്ഥ പറയണ്ട. 1-2 ദിവസം മാറി നിന്നാൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അബദ്ധത്തിലായിരിക്കും. അതായത് പൊടിയും എന്തൊക്കെയോ ചളിയും. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒന്ന് മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് കയറിയായിരുന്നു. കാലിൻ്റെ പാടും ആ ചളി എന്താ പറയുക, വെള്ളത്തിൻ്റെ ആ പാടും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത. മഴയൊക്കെ ഇഷ്ടമാണ്, മഴയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ മഴ തുടങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ചളിയും വെള്ളവും എല്ലാം അകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ഒരു ഈർപ്പം വന്ന പോലും അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പം ഞാൻ വെച്ചു ഏതായാലും നാളെ നൈറ്റൊക്കെ തുടങ്ങിയല്ലേ, ഇന്നൊക്കെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്നുള്ളത്. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. ഇപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ തേച്ചായി അമ്പാടീനെ അംഗനവാടിയിൽ പറഞ്ഞയച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ചെയ്തല്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് മിസ് ചെയ്യുന്നത്, വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ സിറ്റ് ഔട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുമായിരുന്നു കേട്ടോ. അതിലെ സോഫയൊക്കെ ഞാൻ തന്നെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ഏട്ടനാണെങ്കിൽ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മീനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ വന്നു, ജസ്റ്റ് അമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അമ്മയ്ക്ക് മീൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മീൻ കൊണ്ടു കൊടുക്കാൻ പോയതാണ്. ഇവിടെ ചിക്കനും പിന്നെ അമ്മയ്ക്കും എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവക്കാഡോൻ്റെ ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു വീഡിയോ എടുത്തുകൂടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എത്രത്തോളം ഈ ഫോണിൽ മെമ്മറി ഉണ്ടെന്ന് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി 2 വീഡിയോ നല്ല എന്താ പറയുക കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ഈ ഫോണിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സ്പേസ് ഉണ്ടോ അത്രത്തോളം വീഡിയോ എടുക്കുന്നതായിരിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എൻ്റെ ഈ നോസ് സ്പ്രിങ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആക്ച്വലി ഗോൾഡ് അല്ല, ഗോൾഡിൻ്റെ ഇങ്ങനത്തെ മേടിക്കണം എന്നുണ്ട്. ഇതിലും ലെങ്ത്ത് കുറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഗോൾഡിൻ്റെ ഉള്ളത്. പക്ഷേ എനിക്ക് ഇത്രയും കുറച്ചും കൂടെ ലെങ്ത്ത് വേണം എന്നുള്ളതായിരുന്നു. പക്ഷേ അടുത്ത് ഞാനൊരു ഫാൻസി പോയപ്പം അവിടെ കണ്ടിട്ടും ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് കേട്ടോ. ഇങ്ങനത്തെ ഗോൾഡിൻ്റെ ഞാൻ സെർച്ച് ചെയ്തായിരുന്നു, പക്ഷേ ഞാൻ പോയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി നേരെ ക്ലീനിങ്ങിലോട്ട് കിടക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ഈ ഇവിടെയൊക്കെ മാറാല കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ തട്ടി. പിന്നെ ഞാൻ തന്നെ ഈ സോഫ ഞാൻ വലിച്ച് മുറ്റത്തോട്ടിട്ടുണ്ട്. ഇന്ന് ചെറുതായിട്ട് വെയിലുണ്ട്, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ചെറിയ വെയിലൊക്കെ കണ്ടേ പിന്നെ ഞാൻ വെച്ച് വെയിലത്തിടാം. പൊടിയൊക്കെ തട്ടി ഒന്ന് വെയിലത്തേക്ക് ഇട്ടാണ് വലിച്ചിട്ട്. ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഒന്ന് തൂത്തിടാം. എന്നിട്ട് നമുക്ക് ഇവിടെ താഴത്തെ മൊത്തം ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് വേണം മുകളിലോട്ടും പോകാൻ. കട്ടപ്പണിയാണ്. എൻ്റെ അവക്കാഡോ ഞാനിത് ഇത്രയും കുടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു സിപ്പും കൂടെ എടുത്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തലേ ദിവസം കിടന്നുറങ്ങുമ്പോഴേ വിചാരിച്ചാണ് ഒരു 5:30-6 മണിക്കെങ്കിലും എഴുന്നേക്കണം എന്നുള്ളത് കേട്ടോ. ഇപ്പം മഴ സീസണൊക്കെ ആവുന്നതുകൊണ്ട് എങ്ങനെയായാലും ഇപ്പോൾ ഡ്യൂട്ടി ഒന്നുമില്ല, എവിടെയും പോകണ്ടെന്നാണെങ്കിലും ഒരു 8-8:30 ആകുന്നപ്പോഴത്തേക്കും എല്ലാം തല പൊന്തുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പം മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ എടുക്കാറ് പൊതുവെ കുറവാണ്. കാരണം എനിക്ക് ഉറങ്ങണം, പിന്നെ രാവിലത്തെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ ഞാനിപ്പോൾ മിക്കപ്പോഴും ഈവനിങ് ഡ്യൂട്ടിയാണ് എടുക്കാറുള്ളത്, നോക്കി കണ്ടൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പം എനിക്ക് ഓഫായത് കാരണം ഞാൻ വെച്ചു എന്തായാലും ഒരു 6 മണിക്കെങ്കിലും എഴുന്നേക്കണം. അപ്പോൾ ഒരു 5:30-6 മണിക്ക് ഞാൻ അലാറം സെറ്റ് ചെയ്തതാണ്. പക്ഷേ 8 മണി കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്പാടീനെ അംഗനവാടിയിൽ വിടണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്പാടീനെ അംഗനവാടിയിൽ വിട്ടു. നമ്മുടെ കിച്ചണിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിയുന്നപ്പോഴത്തേക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു 11:30 ആയി ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴത്തേനും. കാരണം അംഗനവാടിയിൽ വിടുമ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മേലെയും ക്ലീൻ ചെയ്യാനുണ്ട്. നൈറ്റ് തുടങ്ങുന്ന മുമ്പ് ഇതൊക്കെ ചെയ്ത് വെച്ചാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിലാണെങ്കിൽ ആ ഗ്രിൽസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് എന്താ പറയുക വണ്ണാമ്പിൽ ഇടിപ്പുണ്ടായിരുന്നു. അതൊക്കെ തട്ടിയിട്ടാണ് തൂക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ സോഫ തന്നെ പിടിച്ചിട്ടാണ് കേട്ടോ. നോക്കുമ്പോഴത്തേനും മഴ പെയ്യുവാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി
നമ്മുടെ എന്താ പറയുക കാർപ്പറ്റൊക്കെ എടുത്ത് ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. സോഫയൊക്കെ എങ്ങനെയോ വലിച്ച് ഞാൻ ആ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പം കോനാലോട്ട് എനിക്ക് പിടിച്ചിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് കേട്ടോ, മഴ പാറാതിരിക്കാൻ. വലിയ കനത്തിലൊന്നുമല്ല മഴ വരുന്നത്, ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് പെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ എന്താ പറയുക അവക്കാഡോ ഷേക്ക് ജസ്റ്റ് ഒരു സിപ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ മഴ കൊള്ളുന്നുണ്ടോ സോഫ എന്നുള്ളത്. അപ്പോൾ കാര്യമായിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടന് പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ അപ്പോഴത്തേനും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനെ വിളിച്ച് വരുത്തി അപ്പോഴത്തേനും നല്ല മഴ പെയ്തു കേട്ടോ. ഏട്ടൻ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ മഴയും കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ. മഴ എന്നും ഒരു വികാരമാണ്. പക്ഷേ എന്താ പറയുക, ഈ ചളിയും വെള്ളമൊക്കെ ആകുമ്പം എവിടെയും പുറത്ത് പോകാനൊക്കെ ഇച്ചിരി മടിയായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങാനോ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഉറങ്ങാറില്ല കേട്ടോ. ഇപ്പോൾ പഴകൽ സമയത്ത് പണ്ടൊക്കെ ആണെങ്കിലും ഉറക്കത്തിൻ്റെ ആശാത്തിയായിരുന്നു. ഇപ്പോൾ ഉറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എവിടെ നേരം കിട്ടാനാണ്. അപ്പോൾ ഞാനിതാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു വെക്കുകയും. അപ്പോൾ മഴയൊക്കെ അവിടുന്ന് പെയ്യട്ടെ, അതും നോക്കിയിരുന്ന എൻ്റെ പണിയൊന്നും നടക്കത്തില്ല. അമ്പാടി വരുന്നപ്പോഴത്തേനും എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിയണം, അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. അതായത് ഒരു 3:30 ആകുമ്പോഴത്തേനും. കാരണം മുകളിലോട്ടും ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്, വണ്ണാമ്പിലൊക്കെ ഉണ്ട്. അപ്പം ഞാനിതവിടെ ഒന്ന് പൊടിയൊക്കെ തട്ടിയതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അവിടേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടി പാറുമല്ലോ. അപ്പം മഴ സീസൺ ആയതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മൾ വേനൽക്കാലത്തിലെ പോലെ വലിയ പൊടി ഇല്ലെങ്കിലും എന്നാലും പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുവിധം ഫ്ലോർ, നമ്മുടെ താഴത്തെ ഫ്ലോർ എല്ലാം തൂത്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം കിച്ചണാണ് ആദ്യം ഞാൻ തുടയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു മോപ്പ് വാങ്ങിയ പിന്നെ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. കാരണം കൈ വെച്ച് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസമല്ലേ. അപ്പോൾ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ കിച്ചണിൽ എന്താ പറയുക ചിക്കൻ പൊരിക്കാനും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ആദ്യം തന്നെ കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്തിടാമെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ കിച്ചണിലാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ, അതായത് തുടച്ചിടുന്നത്. അതിനുശേഷം പിന്നെ ഡൈനിങ് ഹാളിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി. പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് എനിക്ക് ടൈൽസിലാണെങ്കിലും മാർബിളിലാണൊക്കെ ആണെങ്കിൽ കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ, ഓവറായിട്ട് ഇങ്ങനെ തണുപ്പുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ചെരുപ്പും ചവിട്ടും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ചെറുതായിട്ട് ചെരുപ്പിൻ്റെ പാട് വരും. അതായത് നമ്മുടെ ചെരുപ്പൊക്കെ ക്ലീനാണ്, പക്ഷേ എങ്കിൽ എന്നാലും വെള്ളത്തിൽ ചവിട്ടിയാലുള്ള ഒരു ചെരുപ്പിൻ്റെ പാട് വരും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. ഈ 1-2 വെള്ളത്തിലൊന്നും തുടച്ചാൽ പോരാ, അങ്ങനെ കുറേ 2-3 വെള്ളത്തിൽ തുടച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് സിറ്റ് ഔട്ടിലും അതേപോലെ നമ്മളെ സെൻട്രൽ ഹോളും ഒക്കെ ക്ലീൻ ചെയ്തിടുകയാണ്. റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഓരോന്നും പതുക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടനാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഏട്ടൻ എന്തോ ന്യൂസ് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുമായിരുന്നു. എവിടെയൊക്കെയോ നോക്കിക്കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ചോറൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിക്കാനും അങ്ങനെ കണ്ട അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തോരൻ ഉണ്ടാക്കണം, അതേപോലെ ചിക്കൻ പൊരിക്കണം, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കറിയൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയതുണ്ടായിരുന്നു, ചോറും ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ക്ലീനിങ് മുഴുവനായിട്ട് തീർക്കണം, അതായിരുന്നു എൻ്റെ ടാർഗറ്റ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ന്യൂസിലൊക്കെ കണ്ണോടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് തുടച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കിച്ചണിലോട്ട് വന്ന് നോക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഓൾറെഡി പൊരിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അജേട്ടൻ്റെ പേഷ്യൻ്റ് വന്നേ പിന്നെ ഏട്ടൻ അങ്ങ് നോക്കാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേനും ഏതാണ്ട് താഴത്തെ ഫ്ലോറും മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി മുകളിലോട്ട് പോവാണ് കേട്ടോ ക്ലീനിങ്ങിനായിട്ട്. അങ്ങനെ താഴത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ എന്താ മുകളിലോട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ടയേർഡായിട്ടുണ്ട്. സമയം ഏതാണ്ട് 1:45 കഴിഞ്ഞു കേട്ടോ. അമ്പാടി 3:30 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോഴത്തേക്കാണ് എൻ്റെ ടാർഗറ്റ്, അപ്പോഴത്തേനും തീർക്കണം. അപ്പോൾ ഇനിയിപ്പം മുകളിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വരണം. മഴ സീസൺ ആയതുകൊണ്ട് പൊടിയൊന്നും കാര്യമായിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കണം. പിന്നെ തുടക്കണം, അതാണ് മെയിൻ. അതായത് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് കാലൊക്കെ നനഞ്ഞിട്ടാണല്ലോ വരിക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെങ്കിലും ഇവിടെ ഫ്ലോറിലൊക്കെ കാല് വയ്ക്കുമ്പോഴത്തേനും ഒരു നനവ് പോലെയോ എന്തൊക്കെ ഫീൽ ചെയ്യുമല്ലോ, എനിക്കറിയാൻ പാടില്ല. എന്തായാലും എന്താ പറയുക, കാലിൻ്റെ പാടൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ട്. അപ്പം എന്തായാലും മെയിനായിട്ട് തുടക്കണം, അതാണ് കേട്ടോ. ഈ മഴ സമയത്താണെങ്കിൽ കൂടുതലായിട്ട് പൊടി ഉണ്ടാവില്ല. ഈ വേനൽക്കാലത്താണ് നന്നായിട്ട് ഇവിടെ പൊടി ഉണ്ടാകുന്നത് കേട്ടോ. പൊടി ഇപ്പോൾ കാര്യമായിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് തൂക്കണം, തുടപ്പാണ് മെയിൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് കിടക്കാം. എനിക്ക് നല്ലപോലെ ക്ഷീണം വരുന്നുണ്ട് കേട്ടോ, മടിയും ചെറുതായിട്ടുണ്ട്. പിന്നെ ഇന്നത്തോടെ ഈ പരിപാടി തീർക്കണം, അതുകൊണ്ടാണ്. നാളത്തേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നൈറ്റ് ഒക്കെയാണ്, അപ്പോൾ ശരിയാകത്തില്ല. പിന്നെ വാഷ് ബേസ് ഒക്കെ ജസ്റ്റ് ഒന്ന്
എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ടച്ച് ചെയ്യാനേ ഉള്ളൂ, കാര്യമായിട്ട് വൃത്തികേടായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ കണ്ട കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അജിട്ടും പേഷ്യൻ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിക്കും. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യണം. താഴത്തെ തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവക്കാഡോ ഷേക്ക് കുടിച്ച പിന്നെ കുറച്ചും കൂടെ ഞാൻ ബൂസ്റ്റായി, എന്താ പറയുക, കുറച്ചും കൂടെ എനിക്ക് ഒരു എനർജി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ടയേർഡാവും, കുറച്ചൊക്കെ ടയേർഡായിട്ടുണ്ട്. എന്നാലും ആ തണുത്ത കുടിച്ചാൽ കുറച്ചൊരു ആശ്വാസമാണ് കേട്ടോ. അത് ഏട്ടൻ മേടിച്ച് തന്ന എത്രയോ വലിയ ഉപകാരമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ കുറച്ച് എനർജി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ക്ലീൻ ചെയ്യാനുണ്ട്. ഈ മാറാലേക്ക് പിടിച്ചിട്ട് ഈ ഫർണിച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ വരിക്കും നല്ല ഭംഗിയല്ലേ കാണാമെന്ന്. പക്ഷേ ഇത് വൃത്തിയാക്കി എടുക്കാനാണ് ശരിക്കും ബുദ്ധിമുട്ട് കേട്ടോ. കാരണം ഓരോ നമ്മുടെ കൊത്തുപണികളും അല്ലെങ്കിൽ ഓരോ നല്ല ഭംഗിയിൽ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ണാമ്പിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് തട്ടിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമില്ല കേട്ടോ. പിന്നെ പുതിയ ചൂലാണെന്നും ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്, അത് വെച്ചായിരുന്നു ഫുള്ള് പരിപാടി. ഫൈനലി ഞാൻ തൂത്ത് പറയാനായിട്ട് ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇനി ഒന്ന് തൂക്കണം, എന്നിട്ട് പിന്നെ തുടങ്ങണം. കാരണം ബാക്കി ഒരുവിധം എല്ലാവരുടെയും എന്താ പറയുക തൂത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാൽക്കണിയിലും അയൺ റൂമിലാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലാടാന്ന് കരുതി. കാരണം നല്ലപോലെ ടയർഡായി, 3 മണിയായിട്ടുണ്ട്. 3:30 ആകുന്നപ്പോഴത്തേക്കും അമ്പാടീനെ കൂട്ടണം. അജേട്ടൻ ഫുഡ് കഴിച്ചു, എന്നെ കഴിക്കാൻ വിളിച്ചാൽ പിന്നെ എനിക്ക് ഇത് കഴിഞ്ഞു ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി തീർക്കണ്ടല്ലോ. നമ്മുടെ NH കാണുന്നുണ്ട്, വാഹനങ്ങളൊക്കെ പോകുന്ന കാണാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് അരിച്ചു വരട്ടെ. പിന്നെ മെമ്മറി ഫുള്ളാണ്, കുറേ വീഡിയോസൊക്കെ ഞാൻ എന്തൊക്കെയോ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാം ഷോർട്ടായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വാഷ് ബേസ് തേച്ച് ചെയ്യാനുണ്ട്. അങ്ങനെ കണ്ട പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂമൊക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണുള്ളത്. ഇവിടെയൊക്കെ ഇങ്ങനെ മഴവെള്ളം തീർച്ചിട്ടും കുറച്ച് പൊടിയുള്ളത് കൊണ്ട് ഈ പൊടിയുമേൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരുമാതിരി ഉള്ള അവസ്ഥയില്ല. അതാണിപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് നോക്കട്ടെ. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്പാടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോവാണ് കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങി. മൂന്നര കഴിഞ്ഞ് പിന്നെ ഏട്ടൻ അമ്പാടീനെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്പീഡിലായിരുന്നു കാര്യങ്ങളോട് ചെയ്തു തീർപ്പ് കേട്ടോ. കാരണം തൂത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം ഒന്ന് തുടച്ചിടാൻ, 2 വെള്ളത്തിലൊന്നും തുടച്ചാൽ പോരാ കേട്ടോ, അത്രയും പൊടി ഉണ്ടാവും. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ എന്താ പറയുക വിൻഡോസും ഡോറും ഒക്കെ ക്ലോസ് ചെയ്തിടുമെങ്കിൽ എങ്ങനെ ആയിക്കഴിഞ്ഞാലും പൊടി ഉണ്ടാവും കേട്ടോ. അമ്പാടി വന്നേ പിന്നെ അവന് വിശക്കുന്നല്ലോ എന്ന് കരുതിയിട്ട് അവന് ചോറൊക്കെ വാരിക്കൊടുത്തു. അജേട്ടനാണെങ്കിൽ പേഷ്യൻ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറെ വഴിയൊന്നുമില്ല, ഞാൻ തന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ പകുതി ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്പാടി ഇത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. എന്ത് അതാ ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന്, ബെഡ്ഷീറ്റ് പുതപ്പെല്ലാം കൊണ്ടുവന്ന്. കണ്ണേ, കണ്ണൻ, ഉണ്ണിക്കണ്ണൻ, ഉണ്ണിക്കണ്ണൻ. അങ്ങനെ അമ്പാടീനെയും കൂട്ടി ഞാനിതാ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അവനോട് കിന്നാരൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ തൂപ്പും തുടപ്പും ഒക്കെ കേട്ടോ. അങ്ങനെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഞാനിതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുകയായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മുകളിലത്തെ റൂം മൊത്തം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് വാഷ് ബേസൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ഒന്നും ഉരക്കുന്നേ ഉള്ളൂ, ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ബാത്റൂമൊക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയുക കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിത് വാഷ് ബേസ് ഒരു 5-6 വാഷ് ബേസ് ഉണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ. അപ്പോൾ അതൊക്കെ പയ്യെ ക്ലീൻ ചെയ്തിടുമായിരുന്നു. പിന്നെ ലാസ്റ്റിലുള്ള പണി എന്ന് വെച്ചാൽ ഈ അരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. ബക്കറ്റായിട്ടും അല്ലാണ്ട് സ്റ്റീലിൻ്റെ കുറേ പാത്രങ്ങളുണ്ടോ, ഇത് വൃത്തിയാക്കി എടുക്കാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാം പുറകു വശത്തോട്ട് കൊണ്ടുപോയിട്ട്, അത് നമ്മൾ അലക്ക് കല്ലിൻ്റെ ആ സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ടാപ്പിൽ വെച്ചിട്ട് വെള്ളം എടുക്കലും. കാരണം നമുക്ക് വാഷ് ബേസ് സിങ്കിൽ നിന്ന് അവിടെ നിന്നൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ നമുക്ക് വെള്ളമൊന്നും പിടിക്കാൻ പറ്റത്തില്ലല്ലോ.
അങ്ങനെ ഓരോ പാത്രങ്ങളും സോപ്പിട്ട് നല്ലപോലെ തേച്ചുരുമ്മി കഴുകി ഞാനത് വെള്ളമൊക്കെ ഊറ്റി ഓരോന്നും ടേബിളിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കുമായിരുന്നു കേട്ടോ. ഇനി ഇതിപ്പോൾ മാറ്റിയെടുക്കണം, കാരണം വെയിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കമഴ്ത്തി വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം ഊറാനായിട്ട് വെച്ചു. പിന്നെ കിച്ചണിലൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതൊക്കെ ഉച്ചക്കത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കഞ്ഞി പശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് കുളിക്കാം എന്നൊക്കെ കരുതി. പിന്നെ ഫുഡ് കാര്യമായിട്ടൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്, കാരണം അമ്പാടിക്ക് ഫുഡ് കൊടുത്തു, അവൻ്റെ ബാക്കി ഇച്ചിരി കഴിച്ചതേ ഉള്ളൂ, അല്ലാണ്ടായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വേണം എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എന്താ പറയുക, എനിക്ക് പകുതി ആശ്വാസമായി. പിന്നെ സമാധാനത്തോടെ എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോവാം. പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്, കാണുമ്പോൾ ഒരു ഭംഗിയാണ്. നമുക്ക് വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അത് വീടൊന്നും വൃത്തിയില്ല എന്നാണെങ്കിൽ നമുക്ക് തന്നെ ഒരു മാനസികമായിട്ടൊരു വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ആയിരിക്കും. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഓടിപ്പോയി കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. അപ്പം സന്ധ്യാസമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞേരം അമ്പാടീൻ്റെ ബുക്കൊക്കെ എടുത്ത് അവന് നോട്ട്ബുക്കൊക്കെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.